ഹായ് ഫ്രണ്ട്സ്, ബ്ലൂ വാട്ടർ ഫിഷ് ഹണ്ട് എന്ന യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇത് നമ്മളപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നെൽവയലിൽ വന്നിട്ട് സിലോപ്പി പിടിച്ചായിരുന്നു. അപ്പം നമ്മുടെ സുരേഷണ്ണൻ പറഞ്ഞു, എടാ സിലോപ്പി ഇനിയുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നും കൂടെ വീശാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അന്ന് വന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ വെള്ളം ഉണ്ടെന്ന്, അപ്പോൾ ചെറുതായിട്ട് മീനൊക്കെ മറിയുന്നതും കാണാം. അപ്പോൾ നമ്മൾ എന്തായാലും വീശി നോക്കുകയാണ്. എന്തായാലും വീശിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊഞ്ച് വലയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീശാത്ത സെയിം വല, പുതിയ വലയാണ്, കൊഞ്ച് വലയാണത്. വലിയ കണ്ണിയുടെ വലയാണ്. നമ്മൾ ഈ ചേറൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വീശുമ്പോൾ എപ്പോഴും അത്യാവശ്യം വലിയ കണ്ണിയുടെ വല കൊണ്ടാണ് വീശാനായിട്ട്. ചെറിയ പൊടിക്കണ്ണി വല കൊണ്ട് വീശി കഴിഞ്ഞാൽ അത് ചേറിനകത്ത് പൂണ്ടു പോവുകയും അത് വലിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരന്മാരൊക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നമ്മുടെ ഒരു പുതിയ ചാനലാണ്, ഏകദേശം ഒരു 3-4 മാസമായിട്ടുള്ള നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1300 സബ്സ്ക്രൈബേഴ്സായി. പക്ഷേ വാച്ചിങ് ഹവേഴ്സ് കുറവാണ്, ഏകദേശം ഒരു 1100 വാച്ചിങ് ഹവേഴ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ കൂട്ടന്മാരും കാണും, കഴിവ് സ്കിപ്പ് ചെയ്യാണ്ട് കാണും. നിങ്ങൾ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കണ്ടത്തെ സിലോപ്പി ഉണ്ടെന്ന് തോന്നാം കേട്ടോ. എന്തായാലും ഉണ്ട്, സിലോപ്പി ഉണ്ട്, 1-2 സിലോപ്പി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചടക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? 2 സിലോപ്പി, 2-3 സിലോപ്പി ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഫുള്ള് കാണിക്കുന്നില്ല, കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു 3-4 വല വീശുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ലോങ് വീഡിയോ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മൾ പറഞ്ഞു, ഒരുപാട് ലോങ് വീഡിയോസ് ഇടണ്ട, ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ റീച്ചിങ് തീരെ കുറവായിരിക്കും. കാരണം നിങ്ങൾക്കാരും മടുപ്പടിക്കരുത്, ഇങ്ങനെ ഫുള്ളായിട്ട് വീശുന്ന, കുടയുന്ന, മീനെടുക്കുന്ന, അങ്ങനെ ഫുള്ള് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം വീശിയിട്ട് വലിക്കുന്ന, അതായത് മീനുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ മീൻ പിടിക്കുന്ന വീഡിയോസ് നിങ്ങളോട് എത്തിക്കാൻ ശ്രമിക്കുന്നു. കാരണം അത് നമ്മൾ ഒരു വല വീശി പിന്നെ അത് വലിച്ചു, അത് കുടഞ്ഞ് മീനെടുത്ത് അത് ഫുള്ള് കാണിച്ചിട്ട് നിങ്ങൾക്കാണെങ്കിൽ പോലും മടുപ്പടിക്കും. കാരണം നമുക്ക് ഓരോരോ വല വീശുമ്പോഴും പുതുതായിട്ട് അതിനകത്ത് എന്തൊക്കെ മീനൊക്കെ ഉണ്ട് എന്നറിയാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. ഈ ഒരു വല വീശി അത് കുടഞ്ഞ് മീനെടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം നമ്മുടെ വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത്. വല വീശി ജസ്റ്റ് കണ്ടത്, ഇതിനകത്തൊക്കെ മീനുണ്ട്, കണ്ടോ, മീൻ ചടയ്ക്കുന്ന നല്ലപോലെ മീനുണ്ട്. സിലോപ്പിയാണ്, സിലോപ്പിയും അതുപോലെ തന്നെ ചെമ്പല്ലിയൊക്കെ കിട്ടുന്നു നമുക്ക്. ചെമ്പല്ലിയും കൂരിയില്ലേ, കറുത്ത കൂരിയൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ രാത്രിയിലൊരു വല വീശിനകത്ത് നിറയെ കറുത്ത കൂരിയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ഉടൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു തൂമ്പുംകുഴിയാണ്, തൂമ്പുംകുഴിയിൽ നമ്മൾ അടച്ച് വീശുവാണ്. അപ്പോൾ അടുത്തൊക്കെ ചെടി നിൽപ്പുണ്ട്, ഉറപ്പാടും വീശി കഴിഞ്ഞാൽ ചെടിയിലൊക്കെ ഉറപ്പായിട്ടും കയറി വീഴുന്നുണ്ട്. ചെറിയതിലേക്ക് വീഴുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ പതിയെ നമ്മൾ ആ ഒരു സൈഡും കവർ ചെയ്ത് കിടക്കുന്നുണ്ട്. പതിയെ വല കുത്തി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടും അതിനകത്ത്. തൂമ്പുകുഴിയുടെ പക്ഷേ തൂമ്പിനകത്തൊക്കെ മീൻ കാണുന്നുണ്ട്, പക്ഷേ അത് മീൻ പിടിക്കാനൊക്കെ മാറില്ല, കാരണം ഇത്രയും വലിയൊരു തൂമ്പല്ലേ. അതിനകത്തുനിന്ന് മീനിൽ നമ്മൾ അപ്പുറം നിന്ന് അനക്കണം. ഞാനും വൈഫും മാത്രമാണ്, ഞാനും എൻ്റെ വൈഫാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഒരുപാട് അനക്കമൊന്നും തട്ടാണ്ടാണ് നമ്മൾ വീശാൻ വരുമ്പോഴത്തേക്കും. കാരണം ഇവിടെ തീരെ വെള്ളക്കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ അനക്കം പോലും മീൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിപ്പോകാനും അതുപോലെ ചെളിയിൽ പൂണ്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പതിയെ സാവധാനത്തിൽ നടന്നു വന്നിട്ടാണ് ഈ വീശി മീനൊക്കെ പിടിക്കുന്നത്. ഒരുപാട് ചവറുണ്ട്, അതായത് കമ്പിൻ്റെ കഷ്ണം, ഓല, അങ്ങനെയുള്ള ഒരുപാട് വേസ്റ്റൊക്കെ വെള്ളത്തിൽ കാണും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. മീനുണ്ട്, നല്ലപോലെ സിലോപ്പി ഉണ്ട്, അതൊക്കെ കിടന്ന് ചിടയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വലയിട്ട് ഒരുപാട് കുത്തി വലിക്കുന്ന എന്തിനാണെന്നറിയാം, അതിനകത്തുനിന്ന് ഈ ചവറ്, അതായത് ഈ ചെളി നമ്മുടെ വരയ്ക്കകത്തുനിന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് തല്ലുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ഇതിൽ കിട്ടിയ മീനാണ് കേട്ടോ ഇത്രയും മീൻ.